എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ടേ കുറേ പേര് പറയുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ ചെയ്യാമെന്നത്. സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 ഘട്ടങ്ങളുണ്ട്. അതിലെ ആ ഫസ്റ്റ് ഘട്ടം മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ് വേണം, ഒരു ഡിസൈൻ വേണ്ടേ, എങ്കിലല്ലേ അതിൽ അതിന് സർട്ടിഫിക്കറ്റാക്കി മാറ്റാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോമിൽ പോയി സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ്, ഇതിൽ സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ്സ് ഇങ്ങനെ കുറേ വരും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നുള്ളത് മാത്രം പറയാൻ വേണ്ടിയാണ്. ഈ ഒരു സാധനമാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഡൗൺലോഡ് ചെയ്ത് ഇനി സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇതൊന്ന് ബാക്കിലേക്ക് പോയാൽ മതി. ഈ മലയാളം ഇമേജ് ആൻഡ് ടെക്സ്റ്റ് എഡിറ്റർ വെച്ചാണ് അതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാറ്, ഡിലീറ്റ് ചെയ്ത് കളയാറ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയൊരു സാധനം എടുക്കാൻ വേണ്ടി, പുതിയൊരു വർക്ക് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് ലാൻഡ്സ്കേപ്പ് പ്രസൻറ്റേഷൻ തന്നെ എടുക്കുക. ഈ ലാൻഡ്സ്കേപ്പ് എടുത്തതിന് ശേഷം അതിൽ ആഡ് ഇമേജ് കൊടുക്കുക. ആഡ് ഇമേജ് കൊടുക്കുമ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു ഇതാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വേണ്ടത് എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം. ഇതിപ്പോൾ അത്ര നല്ലൊരു ടെംപ്ലേറ്റ് ആയിട്ട് എടുത്തൊന്നുമല്ല. ജസ്റ്റ് ഇതിനെന്ത് ചെയ്യുക, ഇതിനെ ആ സ്പേസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇതിനെ വയ്ക്കുക. വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ സർട്ടിഫിക്കറ്റിന് മാത്രം മതി, നമുക്ക് ബാക്കി എല്ലാ ഓപ്ഷൻസും വേണ്ട എങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക, ഈ ബാക്കിയുള്ള ഭാഗം കളയാൻ വേണ്ടി ഒരു ന്യൂ ലെയർ എടുക്കണം, ആഡ് ഇമേജ് കൊടുക്കണം, സർട്ടിഫിക്കറ്റ് തന്നെ സെലക്ട് ചെയ്യണം. ഇതിൻ്റെ ഈ വൈറ്റ് പോർഷൻ മാത്രം എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് ക്രോപ്പ് ചെയ്യണം, സിമ്പിൾ ക്രോപ്പ് കൊടുക്കണം. ഇതിൻ്റെ ഈ വൈറ്റ് പോർഷൻ മാത്രം എടുക്കണം. വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കണം. ഈ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിലത്തെ നോക്കൂ, ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെയൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്ത് കളയുക. നോക്കൂ, ഇപ്പം എന്തായി, ഇപ്പം ഇത് സർട്ടിഫിക്കറ്റിൻ്റെ, നമ്മുടെ പുതിയ സർട്ടിഫിക്കറ്റിൻ്റെ എന്തായി, ബ്ലാങ്ക് സർട്ടിഫിക്കറ്റായി. ഈ ബ്ലാങ്ക് സർട്ടിഫിക്കറ്റ് ആയാൽ, കണ്ടില്ലേ, ബ്ലാങ്ക് സർട്ടിഫിക്കറ്റ് ആയാൽ ഈ സാധനത്തെ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വയ്ക്കുക. സേവ് ചെയ്തതിന് ശേഷം ഈ സാധനത്തെ നമ്മൾ മെയിൽ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുക. ഇനി മലയാളത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മലയാളം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മലയാളം അതിൽ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഫോൺസൊക്കെ ഇതിൽ തന്നെയാണുള്ളത്. അപ്പോൾ വേണമെങ്കിൽ മലയാളം ഫോണ്ട് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം. അതിൽ റൈറ്റപ്പ് നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സർട്ടിഫിക്കറ്റിനെ ഞാൻ ബ്ലാങ്ക് ആക്കിയ സാധനത്തെ മെയിൽ ചെയ്ത് ലാപ്ടോപ്പിൽ എടുക്കാവുന്ന രീതിയിൽ അതിനെന്ത് ചെയ്യുന്നു, ലാപ്ടോപ്പിലേക്ക് മെയിൽ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ മെയിൽ ചെയ്ത് വെച്ച സർട്ടിഫിക്കറ്റിനെ നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുവരാൻ എന്താ ചെയ്യണം അത് നോക്കാം. ഞാൻ എൻ്റെ ബ്രൗസർ ഒന്ന് മോസിലൊന്ന് തുറക്കുന്നു. അതിൽ മെയിൽ ബോക്സ് തുറന്നിട്ട് മെയിലിൽ വന്ന് കിടക്കുന്ന ഈ സർട്ടിഫിക്കറ്റിനെ ഡൗൺലോഡ് ചെയ്യുന്നു.
ഈ സാധനത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിലൊന്ന് സേവ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ ഗൂഗിളിൽ തന്നെ പോകേണ്ടത്. നമുക്ക് ഇവിടെ 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗൂഗിൾ സ്ലൈഡ്സ് എടുക്കുന്നു. ഗൂഗിൾ സ്ലൈഡ്സിൽ നെറ്റിൻ്റെ സ്പീഡ് കുറവാണ്, അതുകൊണ്ടാണ്. ഗൂഗിൾ സ്ലൈഡ്സിലൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുകയാണ്. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, ഇതിലാവശ്യമില്ലാത്ത ഈ സാധനങ്ങളൊന്നും ഇവിടെ നമുക്ക് വേണ്ട. അതുകൊണ്ട് ഈ സാധനത്തെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മൗസ് പോയിൻ്റർ വെച്ചിട്ട് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് പോയിക്കോളും. ഇതും അതേപോലെ കളയുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻസർട്ട് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ, ഇൻസർട്ട് ഇമേജ് ആണ് ഇപ്പോൾ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ കൊടുക്കുന്നു. നമ്മൾ ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തി. ഇതിനെ ഈ വിൻഡോയിൽ ഫുള്ളായിട്ട് വരുന്നതിന് വേണ്ടി നമുക്കിതിനെ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിൽ നമ്മൾ സർട്ടിഫിക്കറ്റിൽ ഇതിൽ നമ്മളിനി മാറ്റർ അടിക്കണം. മാറ്റർ അടിക്കുമ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എവിടെയാണോ മാറ്റർ അടിക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയും ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മാറ്റർ അടിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് മാസ്റ്റർ ഓർക്കുമാരി കുട്ടികളുടെ ആവുകൊണ്ട് സ്പേസ്. ഇവിടെ പേര് വരാൻ വേണ്ടി അവിടെ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ഇതിന് ഈ സർട്ടിഫിക്കറ്റിൽ പേര് കൊടുക്കുന്ന പേജിൽ വരാൻ വേണ്ടി ആദ്യം 2 കർലി ബ്രാക്കറ്റ് കൊടുക്കണം. എന്നിട്ട് നെയിം എന്ന കർലി ബ്രാക്കറ്റ് സ്പേസ് ഇല്ലാതെ നെയിം എന്ന് കൊടുക്കുക. സ്മോൾ ലെറ്ററിലായാലും മതി, ക്യാപിറ്റലായാലും കുഴപ്പമൊന്നുമില്ല. നെയിം എന്ന് കൊടുക്കുക. ഓഫ് സ്കൂളാണെങ്കിൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡോ എന്തോ ആവട്ടെ, സ്കൂളാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ രണ്ടാമത് കൊടുക്കുന്ന സ്കൂൾ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ വരുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണോ അതാണ് വരിക. അപ്പം അതിന് വേണ്ടി ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടെ അതർ ഐഡൻറ്റിഫയർ എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. എന്നിട്ട് ദിസ് ഇസ് സർട്ടിഫൈഡ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് environmental accusation.
ഇനി എങ്ങനെയാണെങ്കിലും ഇനി നമുക്ക് ഇനി ബാക്കി എന്തൊക്കെ വേണ്ടിച്ചാൽ നമുക്കതിൽ ചേർക്കാം. എന്നിട്ട് അതിനെന്ത് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ഫോണ്ടിലേക്ക് നമുക്ക് സൈസിലേക്കും ഫോണ്ടിലേക്കും ഒക്കെ മാറ്റാം. ബാക്കി താഴത്തെ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ ബാക്കിയുള്ളതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാത്രം കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് പേര്, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പേരിനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഈ സാധനത്തെ മാത്രം എന്ത് ചെയ്യാം, ഇതിൽ ഫോണ്ട് കളർ എന്നൊരു സാധനമുണ്ട്. ഈ ഫോണ്ട് കളർ റെഡ് ആക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതർ ഐഡൻറ്റിഫയർ, സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ കുട്ടിയുടെ ക്ലാസ് സ്പെഷ്യലായിട്ട് എന്താ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അതർ ഐഡൻറ്റിഫയറിൻ്റെ ഫോണ്ട് എന്ത് ചെയ്യണം, കളറൊന്ന് ഒന്നുകൂടി അതും കൂടി മാറ്റണം. ഓക്കെ. ഇനി താഴത്തെ ഹെഡ് മാസ്റ്റർ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. അതിപ്പോൾ ഞാൻ അത് ചേർക്കുന്നില്ല, ജസ്റ്റ് ഇത്രേ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റാവുന്നതാണ്. ഇത്ര ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനത്തിന് ഇവിടെ എന്താണ് ന്യൂ ക്യൂസ് എന്നതിൻ്റെ ഒരു പേര് നമ്മൾ മാറ്റി കൊടുക്കണം. ന്യൂ ക്യൂസ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ന്യൂ ക്യൂസ് ഒന്നും കൊടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് എന്തായി, ഇപ്പോൾ സേവായി. ഇത് രണ്ടാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റിനെ ഇനി ഒരു ഗൂഗിൾ ഫോമിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 9 ഡോട്ട്സ് പോയിട്ട് നമ്മുടെ ഗൂഗിൾ ഫോംസ് എടുക്കുക. ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ ഫോംസ് ഉണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒരു ബ്ലാങ്ക് ഫോം എടുക്കണം. സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക, കൂടുതലൊന്നും ഇതാക്കണില്ല. ഇവിടെ ടൈറ്റിലിന് ഞാൻ ജസ്റ്റ് പേര് കൊടുക്കണം, ക്യൂസ് എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കാം. ടൈറ്റിൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെയാണ് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നെയിം എന്ന് കൊടുക്കുന്നു. നെയിം ഇവിടെ ഓപ്ഷൻ ആവട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം നെയിം എന്താണ്, നെയിം ഓഫ് സ്കൂൾ എന്ത് വേണമെങ്കിൽ ആവാം. നെയിം ഓഫ് സ്കൂൾ. 2 ചോദ്യം കൊടുത്തിട്ടുള്ളൂ. നമുക്കിഷ്ടമുള്ള നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കൊടുത്തിട്ട് അതിലാണ് ആദ്യത്തെ 2 ചോദ്യങ്ങളുടേത് മാത്രമാണ് വരിക. അപ്പോൾ 2 ചോദ്യം തന്നെ വേണ്ടുള്ളൂ. ഇനി അത് 2 ചോദ്യം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ ആഡ് ഓൺസ് ഉണ്ട്. ആഡ് ഓൺസ് ഇവിടെ ആൾറെഡി സർട്ടിഫൈ എന്നൊരു ആഡ് ഓൺ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ആഡ് ഓൺസ് എന്ന് പറഞ്ഞ് ഇവിടെ താഴെ കാണും. ഈ താഴെ കാണുന്നതിൽ എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, വരാൻ സമയം എടുക്കുന്നു. നെറ്റ് സ്പീഡ് കുറവാണ്, വായിക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ സെർച്ച് ആപ്സിൽ സർട്ടിഫൈ കൊടുക്കുക. സർട്ടിഫൈ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. ഈ സർട്ടിഫൈ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണ്, ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അൺഇൻസ്റ്റാൾ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ആണെങ്കിൽ ഇൻസ്റ്റാൾഡ് അല്ലാത്തവരുടെ ഇവിടെ ഇൻസ്റ്റാൾ വരും. അതിലങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, സർട്ടിഫൈ വന്നുകൊള്ളും. അപ്പോൾ നമ്മൾ ആൾറെഡി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതിൽ ആഡ് ഓൺസിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഇതുപോലെ സർട്ടിഫൈ എന്ന് കാണാം. നമ്മൾ സർട്ടിഫൈ ഓൺ ചെയ്യുന്നു. അതാ നെറ്റ് സ്പീഡ് കുറവാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. എന്തോ ഒരു പ്രശ്നമായി. ഒരു മിനിറ്റ്. ഫോംസ് എടുക്കുന്നു. ഗൂഗിൾ ഫോംസിൽ
ഇവിടെ ജസ്റ്റ് നമ്മൾ പേര് കൊടുത്തിരുന്നത് ക്വിസ് എന്നാണ്. നമുക്ക് റീസെൻ്റ് ഫോംസ് ഇതാ ഈ സാധനത്തിലേക്ക് പേരൊന്നും സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അൺടൈറ്റിൽ വന്നത്. ഓക്കെ, ഇവിടെ ഫോമിന് ജസ്റ്റ് ക്വിസിൻ്റെ പേര് വന്നു. ഇനിയൊരു കാര്യമുണ്ട്, ഇവിടെ സർട്ടിഫൈ ചെയ്യും ആഡ് ഓൺസ് ഒന്നും നോക്കാം. സർട്ടിഫൈ ചെയ്യും, എനേബിൾ സർട്ടിഫൈ ചെയ്യും ഇൻ ദിസ് ക്വിസ് എന്ന് വരും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ എനേബിളിംഗ് ആവും. ഓക്കെ, സർട്ടിഫൈ now enabled for this quiz വന്നു. ഗെറ്റ് സ്റ്റാർട്ടഡ്. നെറ്റ് സ്പീഡ് ഉണ്ടായിട്ട് ഈ പ്രോസസ്സർ കുറച്ചുകൂടി സ്പീഡിൽ നടക്കും കേട്ടോ. എൻ്റെ നെറ്റിന് സ്പീഡ് കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ സർട്ടിഫൈ ചെയ്യും കൺട്രോൾസ് വന്നു. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് ടേൺ ഓഫ് ആയിരിക്കും, അതിന് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും അത് ഓൺ ചെയ്ത് വരാൻ വേണ്ടി. അതിനുശേഷം പാസിംഗ് മാർക്ക് കൊടുക്കുക. എത്ര ശതമാനം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 0 മുതൽ 80% വരെ കൊടുക്കാം. ഇനി ടെംപ്ലേറ്റിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. ഗോൾഡൻ ആണ്, ആൾറെഡി ഇതിൽ കിടക്കുന്നത് ഗോൾഡൻ ആയിരിക്കും. യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുക. യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, സെലക്ട് എ ന്യൂ ഫയൽ ഇവിടെ വരും. സെലക്ട് ന്യൂ ഫയൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ന്യൂ ക്യൂസിൻ്റെ ഈ സാധനം സെലക്ട് ചെയ്യുക. അതിന് സെലക്ട് ചെയ്ത് താഴത്തെ സെലക്ട് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ ക്വിസ് വന്നു. ഇനി 96 ഇത്രയേ വേണ്ടുള്ളൂ. ഇനി ഇതിനെ മിനിമൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതിൽ നമ്മൾ എന്താണ് റിവ്യൂ ആണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ ക്വിസ് സെൻഡ് ചെയ്യാം. സെൻഡ് ബട്ടൺ കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഈ ക്വിസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വിസിൽ എന്തായാലും സർട്ടിഫിക്കറ്റ് വരുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺട്രോൾസ്. ഓക്കെ.